ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏദൻ തോട്ടം എവിടെയാണ്? ഒരു വിവാദമായ വിഷയമാണ്. വചനം എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. സത്യവേദ പുസ്തകം അങ്ങനെ എഴുതുമ്പോൾ NIV ഇങ്ങനെ എഴുതുന്നു: കാഴ്ചയ്ക്ക് മനോഹരവും ഭക്ഷിക്കുവാൻ നല്ലതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അത് ആദ്യത്തെ ഒരു പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ വൃക്ഷങ്ങളായതുള്ളതെല്ലാം ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു എന്ന് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയുക. ഇതിൽ ഉൽപ്പത്തി 2:8 നമ്മൾ വായിക്കുന്നത്, യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ അന്നവിടെ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്ന ഏദനിലെ മണ്ണിലായിരുന്നു. അന്ന് ഈ ഏദൻ തോട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നത് ഏദനിലെ മണ്ണിലായിരുന്നു. അത് മുളപ്പിച്ചത് ഏദനിലെ മണ്ണിലായിരുന്നത് മാത്രമല്ല, അത് കിഴക്കായിരുന്നു. ഈ കിഴക്കെന്നൊക്കെ പറയുന്നതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് ശാപം കൊടുത്തത് 3-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 3:17 മുതൽ 19 വരെയാണ്. ആ 17 മുതൽ 19 വരെ നമ്മൾ വായിക്കുമ്പം, മണ്ണിൽ നിന്നെടുത്തു മണ്ണിലേക്ക് മടങ്ങുവോളം നീ നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. പക്ഷേ അവിടെ കൃഷിയൊക്കെ അവൻ തന്നെ ചെയ്യണം. ശാപം അങ്ങനെയായിരുന്നു. അപ്പോൾ 3:22 നമ്മൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം അരുളി ചെയ്തത്, ഇതാ മനുഷ്യൻ നന്മ തിന്മകൾ അറിയുന്നവനായി നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കുവാൻ അനുവദിച്ചുകൂടാ. അപ്പം ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ ഉണ്ടാകുന്നത് എന്നേക്കും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ മരണമില്ല. അങ്ങനെയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ഇനി അവിടെ നിന്ന് ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥയും കൂടി ആയാൽ അത് കുഴപ്പമാകാതിരിക്കാൻ വേണ്ടി ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇനി ഇതിൻ്റെ 2 വ്യത്യാസങ്ങൾ. ഏദൻ തോട്ടത്തിലെ അവൻ്റെ ജോലികൾ ഉൽപ്പത്തി 2:15 വായിച്ചാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഇവൻ്റെ ജോലികൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുവാ: വേല ചെയ്യുക, കാക്കുക. നട്ടുണ്ടാക്കിയതല്ല യഹോവയാ. വേലയും പരിപാലനവേ മനുഷ്യനുള്ളൂ. എന്നാൽ ഇവൻ ഭൂമി വന്നപ്പോൾ, നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ഉൽപ്പത്തി 3:17 മുതൽ 19 വരെ ഒന്നുകൂടെ വായിച്ചേ. ഭൂമി വന്നപ്പം ഇവന് കിട്ടിയ ശാപമാ. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മതി. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇവൻ ഭൂമി വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ എല്ലാം ചെയ്യണം. യഹോവ കൃഷി ചെയ്യുമല്ല. ഏദൻ തോട്ടത്തിൽ വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത് യഹോവയാണെങ്കിൽ, ഭൂമി ശാപം കിട്ടി വന്നപ്പോൾ ഇവൻ തന്നെ ഇത് ചെയ്യണം. ശാപമല്ലാതെ ഇവൻ ഭൂമി വരികയായിരുന്നെങ്കിൽ ഇവൻ സകലതിൻ്റെ മേൽ അധികാരം ഉണ്ടായിരുന്നെന്ന് 1:26 27 നമ്മൾ വായിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കോണം. ഏദൻ തോട്ടവും ഭൂമിയും രണ്ടും 2 സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം ഭൂമിയിലല്ലെന്നുള്ളതാണ് സത്യം. സത്യവേദ പുസ്തകം 3:24 തുടക്കം ഒന്ന് വായിച്ചേ. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഒരു സ്ഥലത്തുനിന്ന് താഴോട്ട് ഇറക്കി വിട്ടെന്ന് അർത്ഥം മനസ്സിലാക്കണം. മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി വിട്ടെന്ന് പറയാം. വചനം ശ്രദ്ധയോടെ പഠിച്ചാൽ ഇതാ അതിൻ്റെ അർത്ഥം.
ഇത് ഏദനിലെ കാര്യം. എന്നാൽ ഇന്ന് ഏദൻ തോട്ടം മനുഷ്യനാകുന്നു. മറ്റേ തോട്ടം മറയ്ക്കപ്പെട്ടു, ഏദൻ മറയ്ക്കപ്പെട്ടു. ഇന്ന് മനുഷ്യ ദൃഷ്ടിയിലോ ശാസ്ത്ര ദൃഷ്ടിയിലോ ഒന്നും ഏദൻ തോട്ടത്തിനെ തപ്പിയാൽ കാണാൻ പറ്റിയല്ല, ബൈബിളിൽ തപ്പിയാലും കാണാൻ പറ്റിയല്ല. ഇന്ന് ഈ നന്മതിന്മകളുടെ വൃക്ഷമുണ്ട്, അല്ലെങ്കിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമുണ്ട്, ജീവവൃക്ഷമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ളത് മനുഷ്യൻ്റെ ഉള്ളിലാണ്. അതായത് ഇന്നത്തെ ഏദൻ തോട്ടം മനുഷ്യനാണ്, മനുഷ്യൻ്റെ ഉള്ളമാണ് ഏദൻ തോട്ടം. അതിൻ്റെ വാക്യം പറയാം. 1 കൊറിന്ത്യർ 3:9 വായിച്ചേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ വയൽ, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്നതിൻ്റെ കറക്റ്റ് അർത്ഥം നിങ്ങൾ ദൈവത്തിൻ്റെ തോട്ടം എന്നാണ്. തമിഴിൽ ദേവരുടെ ഈ തോട്ടം എന്ന് എഴുതിയേക്കുന്നത്, ദേവരുടെ ഈ തോട്ടം. തമിഴിൽ ഗൃഹനിർമ്മാണം എന്നല്ല എഴുതിയേക്കുന്നത്, ദേവൻ്റെ മാളിക എന്ന് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ തലമുറകളായി ശൂന്യമായി കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെ ദൈവം പുതുക്കി പണിയുമെന്നർത്ഥം. തലമുറകളായി ശൂന്യമായി കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെ ദൈവം പുതുക്കി പണിയും. അതായത് നമ്മൾ ഈ പറഞ്ഞ വാക്യങ്ങളിലൂടെ വായിച്ചു വന്നാൽ, ഏദൻ തോട്ടത്തിൽ ഇവന് പരിപാലനവും വേലയുമാണ് ഉണ്ടായിരുന്നത്. കൃഷിയെല്ലാം ദൈവം ചെയ്തു, യഹോവ ചെയ്തു. ഭൂമിയിൽ ഇവൻ വരണ്ട പോലെ വന്നായിരുന്നെങ്കിൽ ഇവൻ സകലതിൻ്റെ മുകളിൽ രാജാവായിട്ട് വാണാൽ മതിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ഈ ശാപം കിട്ടി അവൻ വന്നപ്പോൾ അവന് ഭൂമി വേല ചെയ്യേണ്ടിയും വന്നു. ഈ ഭൂമി അവന് മുള്ളും ഞെരിഞ്ഞിലും ജനിപ്പിക്കുകയും ചെയ്യും. അവൻ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുകയും ചെയ്യണം, കഷ്ടതയോടെ ഉപജീവനം ചെയ്യുകയും ചെയ്യണം. ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പം ഇവൻ ഈ ശാപം കിട്ടി വന്നതുകൊണ്ട് കൃഷിയല്ല ഇവൻ തന്നെ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, ഇവനെ എടുത്ത മണ്ണിൽ പണിയെടുക്കേണ്ടതിന് ഇവനെ ഇറക്കി കളഞ്ഞു. ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഏദൻ തോട്ടവും ഭൂമിയും രണ്ട് സ്ഥലമാണ്. അന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന ജീവൻ്റെ വൃക്ഷം ക്രിസ്തുവാണ്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം സാത്താനാണ്. ഹെബ്രായ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നത് കയ്പിൻ്റെ വേരെന്ന് പറയുന്നത് ഈ സാത്താൻ്റെ വേരാണ്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന് പൗലോസ് എഴുതി വച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വയലാണെന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തോട്ടം എന്ന് തമിഴിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മാളിക എന്ന് തമിഴിൽ എഴുതിയിരിക്കുന്നു. ശൂന്യമായി കിടക്കുന്നതിനെ ദൈവം പണിയുമെന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ ഏദൻ തോട്ടം മനുഷ്യരുടെ ഉള്ളത്തിലാണ്. 2 തരം വൃക്ഷങ്ങളും അവിടെയുണ്ട്. നല്ലതിനെയും മോശത്തിനെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ആദിപിതാക്കന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോടും ഒരു ചിന്ത വെക്കുകയാണ്, നല്ലത് വേണോ മോശം വേണോ എന്ന് പറഞ്ഞാൽ, ജീവവൃക്ഷത്തിൽ നിന്നുള്ള ഫലം വേണോ അതോ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് നശിക്കണമോ? പ്രാർത്ഥിക്കാം, ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി, നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ഏദൻ തോട്ടം ഇന്ന് ഞങ്ങളുടെ ഉള്ളത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഉത്തരം പറയേണ്ട അവസ്ഥയിലാണെന്നും മനസ്സിലാക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും അവർ സ്വയമായിട്ട് തീരുമാനമെടുക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണമോ അതോ സാത്താൻ്റെ കൂടെ തിരിയണമോ? അറിഞ്ഞോ അറിയാതെയോ തിരിയണമോ? എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കാനുള്ള സ്വതന്ത്ര ബുദ്ധി ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും തീരുമാനമെടുക്കുവാൻ അവരുടെ ഉള്ളങ്ങളെ ദൈവം തുറന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, തീരുമാനം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, കേൾക്കുന്നവർ ശ്രദ്ധിക്കുന്നവരുടെ ഉള്ളത്തെ ദൈവം തുറന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.